ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തക പഠനത്തിൻ്റെ 27ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. നമ്മുടെ പഠനം റോമാലേഖനത്തിൽ നിന്നാണ്. റോമാലേഖനത്തിൽ നിന്നുള്ള പഠനത്തിൽ 27ാമത്തെ അവതരണം 1-ാം അധ്യായത്തിൽ തന്നെയാണ്. പാപത്തിൻ്റെ ഒരു വലിയ ചിത്രം അവതരിപ്പിക്കുകയാണ് അപ്പോസ്തലൻ. മനുഷ്യൻ്റെ മലിനപ്പെട്ട വഷളമായ സ്ഥിതി, ആ സ്ഥിതി അവതരിപ്പിക്കുവാൻ 20-ലധികം പാപങ്ങളാണ് പൗലോസ് പരാമർശിച്ചത്. ഈ പാപങ്ങളിലൂടെ മനുഷ്യൻ എത്രമാത്രം അധംപതിച്ചിരിക്കുന്നു, മലിനപ്പെട്ട് വഷളാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയും. അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ പാപങ്ങളും പൗലോസ് വിവരിക്കില്ല. പക്ഷേ ദൃഷ്ടാന്തപരമായി അന്നത്തെ കാലത്ത് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ദൃഷ്ടാന്തപരമായ പാപങ്ങളുടെ ഒരു പട്ടിക പൗലോസ് നിരത്തി. പൗലോസിൻ്റെ കാലഘട്ടത്തിലുള്ള എല്ലാവരും ഈ പാപങ്ങളെല്ലാം ചെയ്തു എന്നല്ല പറയുന്നത്. ഈ പാപങ്ങളിൽ 1-2 പാപങ്ങളോ 5 പാപങ്ങളോ 6 പാപങ്ങളോ ഇത്തരത്തിലുള്ള ചില പാപങ്ങൾ ചെയ്തവരിൽ എല്ലാവരിലുമുണ്ട്. ഈ പാപങ്ങൾ സകലരിലുമുണ്ട്. അപ്പോൾ നാം ഈ പാപത്തിൻ്റെ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ നാമും ആ കോടതി മുറിയിൽ കുറ്റാരോപണ വിധേയരായി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതിൽ പല പാപങ്ങളും നമ്മുടേതുമാണ്. നാം ചെയ്തിട്ടുള്ള ചില പാപങ്ങൾ ഈ പട്ടികയിലുണ്ട്. പല മനുഷ്യരും ഈ വേദഭാഗങ്ങൾ വിഭാഗമായി തിരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പൗലോസ് പറയുന്ന ഈ പാപങ്ങൾ ഏതൊക്കെ വിഭാഗത്തിൽ ഉൾപ്പെടുമെന്നുള്ളത് നമുക്ക് ഈ അവതരണത്തിന് ശേഷം അത്തരത്തിലുള്ള ശ്രമം നമ്മൾ നൽകി തരുന്നതാണ്. പക്ഷെ പൗലോസ് ഈ പാപങ്ങളുടെ പട്ടിക നിരത്തുമ്പോൾ അങ്ങനെ പാപങ്ങളെ പഠിപ്പിക്കുകയല്ല. പൗലോസ് ഇവിടെ എന്താണ് കാണിക്കുന്നത്? മനുഷ്യവർഗത്തിൻ്റെ പരാജയം, അധംപതനം. എന്തുകൊണ്ട്? ദൈവം കൈവിട്ടതുകൊണ്ട്. ദൈവം കൈവിട്ട മനുഷ്യനും മനുഷ്യവർഗത്തിനും നേരിടേണ്ടി വരുന്ന അധംപതിച്ച മലിനപ്പെട്ട വഷളായൊരു ജീവിതശൈലി അത് കാണിച്ചിരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് ഇതിൻ്റെ കാരണം എന്താണ്? വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടോ സാമ്പത്തിക അവസ്ഥയില്ലാഞ്ഞിട്ടോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കുറവ് കൊണ്ടോ ഒന്നുമല്ല. ദൈവം മനുഷ്യകുലത്തെ കൈവിട്ടതിൻ്റെ അനന്തരഫലമാണ് ഈ കാണുന്ന പാപങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പൗലോസ് ഈ പാപങ്ങളെ അവതരിപ്പിച്ചു. ഇത് ശരിക്കും ഈ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഛർദ്ദിലുളവാകും. ആ തരത്തിലുള്ള പാപങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ദൈവം മനുഷ്യനെ കൈവിട്ടപ്പോൾ വഷളായ ഒരു അവസ്ഥയിലേക്ക്, അവൻ്റെ മനസ്സ് പോലും വഷളായ അവസ്ഥയിലേക്ക് തരം താഴ്ന്നു. ദൈവം കൈവിട്ടതിൻ്റെ അനന്തരഫലമാണ്. ഇപ്പോൾ വിഗ്രഹാരാധനയിൽ തുടരുന്നവർക്ക് അവിടെ ചിന്താഗതികൾ തെറ്റിപ്പോകും. ദൈവത്തിന് പകരം വിഗ്രഹങ്ങളെ, കൊത്തുപണികളെ, മറ്റെന്തിനെയെങ്കിലും ആരാധിക്കുകയും ബഹുമാനിക്കുകയും വണങ്ങുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവരുടെ ചിന്തയെ ബാധിക്കും. നമ്മുടെ ചിന്തകളുടെ നടുവിൽ ദൈവമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നൽകേണ്ട ആരാധനയും ബഹുമാനവും നമ്മുടെ ഹൃദയവും മനസ്സ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തിന് നൽകിയാൽ മാത്രമേ ചിന്തകൾ ശരിയായ തരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. വിഗ്രഹാലയത്തിൽ മുഴുകുന്നവർക്ക് ചിന്താശക്തിയിൽ വൈകല്യങ്ങളുണ്ടാകും. ഇപ്പോൾ ദൈവത്തോട് മത്സരിച്ച ഇവരെ അവരുടെ സ്വന്തം തീരുമാനത്തിന്, അവരുടെ സ്വന്തം വഴിയിൽ നടക്കാൻ ദൈവം കൈവിട്ടു. ഇതൊരു ന്യായവിധിയാണ്. ഇത് അവരുടെ അധംപതനത്തിലേക്കും നികൃഷ്ട ബുദ്ധിയിലേക്ക് വീഴുവാൻ ഇടവരുത്തി. ദൈവം കൈവിട്ടാൽ അധംപതിക്കും. പുരോഗമനമോ വളർച്ചയോ പക്വതയോ ഒന്നും ഉണ്ടാകില്ല. ദൈവം കൈവിട്ട മനുഷ്യന് പിന്നെ പ്രതീക്ഷയില്ല. ഇതാണ് സംഭവിച്ചത്. പാപം മനുഷ്യനെ അപമാനിക്കും. റോമാലേഖനം 1-ാം അധ്യായത്തിൽ 24-27 വരെ പൗലോസ് അത് കാണിച്ചു തന്നു. പാപം ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കും. അത് 28-32 വേദഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പാപങ്ങളുള്ള സമൂഹം നശിക്കും, നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ചുറ്റുമുള്ള രാജ്യത്തിൻ്റെ ചിത്രമാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അവസ്ഥയാണ്, ഈ ലോകത്തിൻ്റെ അവസ്ഥയാണ്. അധംപതിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പാപങ്ങൾ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 10-12 നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിക്കുകയുണ്ടായി. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ളവർക്ക് എഴുതുമ്പോൾ അവിടെ പൗലോസ് വ്യക്തമായി പറഞ്ഞു, സത്യത്തെ സ്വീകരിപ്പാൻ മനസ്സില്ലാത്ത മനുഷ്യൻ്റെ സ്വഭാവം, അത് നിമിത്തം സംഭവിച്ച അവസ്ഥകൾ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അവിടെ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു? 10-ാം വാക്യം, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയച്ചു.
അതുകൊണ്ടാണ് സമൂഹം ഇങ്ങനെ തരം താഴ്ന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന നമ്മുടെ ലോകം ഇങ്ങനെ അതം പതിച്ചതിൻ്റെ കാരണം ഇതാണ്. മറ്റെന്തൊരു പ്രശ്നം കൊണ്ടല്ല, വേറെ രാജ്യത്തിൻ്റെ യുദ്ധം കൊണ്ടല്ല, മറ്റെന്തെങ്കിലും ക്ഷാമം കൊണ്ടല്ല, പട്ടിണി കൊണ്ടല്ല, ഏതെങ്കിലും മഹാമാരികൾ വ്യാപരിക്കുന്നത് കൊണ്ടല്ല. ഇവിടെ പൗലോസ് ഇവിടെ ഒരു നികൃഷ്ടബുദ്ധിയിലേക്ക് മനുഷ്യരെ ദൈവം കൈവിട്ടതായിട്ട് വ്യക്തമായി പറയുന്നു. നികൃഷ്ടബുദ്ധി 28 വാക്യം കണ്ടു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ നികൃഷ്ടബുദ്ധിയിലേക്ക് വീണുപോയത് കൊണ്ടാണ് ഉചിതമല്ലാത്ത, ശരിയല്ലാത്ത ജീവിത രീതി ഉണ്ടായത്. ശരിയല്ലാത്ത ജീവിതം ഉണ്ടായതിൻ്റെ കാരണം മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളോ രാഷ്ട്രീയപരമായ സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല. ദൈവം കൈവിട്ടതുകൊണ്ടാണ്. നികൃഷ്ടബുദ്ധിയിലേക്ക് കൈവിട്ടു. ഇപ്പോൾ നികൃഷ്ടബുദ്ധിയിലേക്ക് കൈവിടപ്പെട്ട അവരുടെ ജീവിതത്തിൽ നിറഞ്ഞത് എന്തൊക്കെയാണ്? 21 പാപങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ എന്ന വാക്കാണ്. അതിൻ്റെ നിറവ് വരെ, അളവുകോലിൻ്റെ അറ്റം വരെ, ആ പാത്രത്തിൻ്റെ അളവ് വരെ, നിറവ് വരെ അവർ അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തെറ്റായ ജീവിതം, തെറ്റായ പ്രവൃത്തികൾ, തെറ്റായ ജീവിത രീതി. രണ്ടാമത് ദുഷ്ടത. ഒരു വാക്കിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണാം. ദുർവിചാരം, ദ്രോഹബുദ്ധി, പാപസ്വഭാവങ്ങൾ. ഇത് പൊതുവായൊരു വാക്കാണ് ദുഷ്ടത എന്നുള്ളത്. ദ്രോഹിക്കുന്ന, അപമാനിക്കുന്ന എല്ലാം അതിൽ ഉൾപ്പെടും. ഇത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് ദുഷ്ടത. ഹൃദയത്തിലാണ് ദുഷ്ടത കുടികൊള്ളുന്നത്. ഹൃദയത്തിലുള്ള ദുഷ്ടതയാണ് പലതരത്തിലും അനീതിയിലും തിന്മയിലേക്ക് പുറത്തേക്ക് ചാടുന്നത്. ഹൃദയത്തിനകത്ത് ദുഷ്ടതയാണ് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേത് അത്യാഗ്രഹം, അതിമോഹം, തൃപ്തിയില്ലായ്മ, ദ്രവ്യാഗ്രഹം. കാരണം പാപം എപ്പോഴും അതിൻ്റെ കാമ്പ് സ്വാർത്ഥത നിറഞ്ഞതാണ്. പാപത്തിൻ്റെ യഥാർത്ഥമായ സ്വഭാവം സ്വാർത്ഥതയാണ്. ഈ അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഈ അത്യാഗ്രഹവും വാസ്തവത്തിൽ അസൂയയും തമ്മിൽ ബന്ധുക്കളാണ്. അത്യാഗ്രഹവും അസൂയയും. അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ കൂടുതൽ 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 വേണമെന്നുള്ള ആഗ്രഹം, അത്യാഗ്രഹം. മറ്റുള്ളവരുടെ അവകാശങ്ങളെയൊക്കെ ഹനിച്ചുകൊണ്ട്, അതിലേക്ക് കൈയിട്ടുകൊണ്ട് എനിക്ക് വേണം, എനിക്ക് നേടണമെന്ന് പറഞ്ഞുകൊണ്ട് നേടുവാനുള്ള ശ്രമം. തുടർന്ന് അടുത്ത പറഞ്ഞിരിക്കുന്നത് പാപം ദുർബുദ്ധി നിറഞ്ഞവർ. അതായത് തിന്മ, മോശം, കുറവുകൾ, കുറ്റങ്ങൾ എല്ലാം നിറഞ്ഞ അവസ്ഥയാണ് ദുർബുദ്ധി. തെറ്റായ ബുദ്ധി കൊണ്ട് നിറഞ്ഞവരെന്ന്. നിറഞ്ഞവർ എന്ന വാക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. അഞ്ചാമതായിട്ട് അസൂയ, തൃപ്തിയില്ലായ്മ, സന്തോഷം. മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർക്ക് കുറച്ച് കൂടുതൽ നൽകപ്പെടുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിക്ക് അസൂയ ഉണ്ടാകുന്നു, സന്തോഷം വരുന്നില്ല. കാരണം മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും പുകഴ്ത്തുമ്പോൾ ഈ വ്യക്തി കണ്ണുകടി ഉണ്ടാകും. മറ്റുള്ളവരെ ഉന്നതത്തിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് പോകുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് വേണമെന്നൊരാഗ്രഹം, അസൂയ. ആറാമത് കൊല. അത് ചിന്തയിൽ തുടങ്ങുകയാണ്. ഹൃദയം മുഴുവൻ അത് നിറയുന്നൊരവസ്ഥ. ചിന്തയിൽ തുടങ്ങി ഹൃദയത്തിൽ നിറയുന്നു. കൊല, ആ വ്യക്തിയെ നശിപ്പിക്കാനുള്ള ആഗ്രഹം. കയ്യിൻ്റെ മനസ്സ്. സഹോദരൻ്റെ യാഗം ദൈവം അംഗീകരിച്ചു, കയ്യിന് ഇഷ്ടപ്പെടുന്നില്ല, കൊല ചെയ്തു. ഏഴാമത് കാണുന്നത് പിണക്കം. അതായത് മാത്സര്യം, ശണ്ട കൂടുന്ന സ്വഭാവം. എപ്പോഴും തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യും. എല്ലാവരുമായിട്ടൊരു നല്ല ബന്ധത്തിൽ പോകാൻ ഈ വ്യക്തിക്ക് പറ്റില്ല. പിണക്കം. അപ്പം ദൈവഭക്തി ഇല്ലാത്ത മനുഷ്യർ അവരുടേതായ ഈ ഒരു അത്യാഗ്രഹത്തെ പൂർത്തിയാക്കാൻ ചെയ്യുന്ന മാർഗം എന്താണ്? 3 ആയുധങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ദൈവഭക്തി ഇല്ലാത്ത മനുഷ്യർ അവിടെ അത്യാഗ്രഹ സ്വഭാവത്തിന് തൃപ്തി വരുത്തുവാൻ അവർ ഉപയോഗിക്കുന്ന 3 ആയുധങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അടുത്ത പറയുന്ന കപടം, പിന്നീട് പറയുന്നതായ സ്ട്രൈഫ്, കൊലപാതകം. അതായത് കപടം, പിണക്കം, കൊല. ഇത് 3 ഉപയോഗിച്ചുകൊണ്ടാണ് അത്യാഗ്രഹമുള്ള വ്യക്തി തൻ്റെ ആഗ്രഹ സംതൃപ്തി നേടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പാപങ്ങൾ ഏതൊക്കെയാണ്? സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. പിന്നീട് അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവർ തിങ്ങിയവർ. ഇപ്പോൾ പിണക്കം നമ്മൾ കണ്ടു, പിണക്കത്തെക്കുറിച്ച്. കപടം ഒരു വല്ലാത്തൊരു കുതന്ത്രമാണത്. നമ്മൾ മീൻ പിടിക്കുവാനും മൃഗങ്ങളെ കെണിയിൽ വീഴ്ത്തുവാനും ഉപയോഗിക്കുന്നതായ ചില തന്ത്രങ്ങളുണ്ട്. ഇരയെ കൊളുത്തി വെച്ചിട്ട് അതിൽ വന്ന് കൊടുക്കുക, അതൊരു ഉപായം, സൂത്രപ്പണിയാണ്. ഇത് മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് മാറും. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും വശീകരിക്കണം, വഞ്ചിക്കണം, അവരെ ഇല്ലാതാക്കണം, അവരുടേത് എനിക്ക് സ്വന്തമാക്കണം. അനുഭവിക്കുന്ന ഉപായ പ്രവൃത്തി, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്നത് 9ാമതായിട്ട് ദുശ്ശീലം. ദുശ്ശീലം എന്ന വാക്ക് തെറ്റായ ജീവിത രീതി, തെറ്റായ സ്വഭാവം.
ഇത് ബന്ധങ്ങളെ തകർക്കുന്ന സ്വഭാവങ്ങളാണ് അടുത്ത 3 ഏതൊക്കെ? ദുശ്ശീലം, കുരുളക്കാർ, ഏഷണിക്കാർ. ഇത് 3 പരസ്പര ബന്ധത്തെ തകർക്കും. 2 പേര്, 4 പേര്, 10 പേര് ഒരുമിച്ച് താമസിക്കുന്നിടത്ത് ഒരു കുടുംബത്തിലാകാം, ആ ബന്ധങ്ങളെ ഇല്ലാതാക്കും ഈ ദുശ്ശീല നിമിത്തം. ഇതൊരു പ്രത്യേക സ്വഭാവമാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചായ്വാണ്. എപ്പോഴും വിമർശിക്കും, എന്തിനേയും കുറിച്ച് മോശമായി മാത്രം സംസാരിക്കും. ആ വ്യക്തിയുമായി മറ്റുള്ളവർക്ക് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടാകില്ല. മറ്റൊരു പ്രശ്നം കുരുളക്കാർ, അതായത് ഏഷ്ണിക്കാർ നമുക്ക്, അല്ലെങ്കിൽ കുരുളക്കാർ, അതായത് പിറുപിറുക്കുന്നവർ, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുന്നവർ. അവർ സ്വഭാവത്തെ ഹനിക്കുന്നവരാണ്. ഒരു വ്യക്തിയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കും, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കും, പിറുപിറുക്കും. ഒച്ചത്തിൽ പറയില്ല, പിറുപിറുക്കും, പുറകിൽ നിന്ന് സംസാരിക്കും, മുമ്പിൽ വരില്ല. പക്ഷേ ഏഷ്ണിക്കാർ മുമ്പിൽ നിന്ന് സംസാരിക്കും, പിറുപിറുക്കുന്നവർ പുറകെ മറഞ്ഞു നിന്ന് പ്രവർത്തിക്കും. 11ാമത് കുറഞ്ഞിരിക്കുന്നത് ഏഷ്ണിക്കാരെക്കുറിച്ചാണ്. എന്തിനും എതിർത്ത് സംസാരിക്കും. അവരറിയാൻ പാടില്ലാത്തത് അറിയാമെന്ന് പറയും, പറയാൻ പാടില്ലാത്തത് ഉറക്കെ പറയും. അവരെപ്പോഴും സമൂഹത്തിന് നടുവിൽ ആരെങ്കിലും അവർ പറയുന്ന കള്ളത്തിന് കൂട്ടുകിട്ടാൻ പിന്തുണയ്ക്ക് വേണ്ടി കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ 11 പാപങ്ങൾ ഏതൊക്കെയാണ്? ഇത് സമൂഹത്തിൽ വന്ന് നിറയുമ്പോൾ. ഇതെപ്പോഴാണ് നിറയുന്നത്? ദൈവം കൈവിടുമ്പോൾ. ദൈവം മനുഷ്യനെ കൈവിടുമ്പോൾ സമൂഹം ഈ അവസ്ഥ കൊണ്ട് നിറയുകയാണ്. ഇത് വാസ്തവം നമ്മൾ നേരത്തെ പറഞ്ഞ ഛർദ്ദിലുളവാക്കുന്ന തരത്തിലുള്ള പാപങ്ങളാണ്. സകല അനീതിയും, ദുഷ്ടതയും, അത്യാഗ്രഹവും, ദുർബുദ്ധിയും നിറഞ്ഞവർ. നമ്മളിവിടെ എവിടെയാണ് നമ്മുടെ ചിത്രം ഇവിടെ കാണുന്നത് ചിന്തിക്കുക. ഇതിലേതാണ് നമ്മുടെ സ്വഭാവമായിട്ട് ദൈവം വെളിപ്പെടുത്തുന്നത് ചിന്തിക്കുക. നമ്മളെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദ്വേഷികൾ. അടുത്ത് പറയുന്ന വാക്ക് ദൈവദ്വേഷികൾ. ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവത്തിനും വിരോധമായി പ്രവർത്തിക്കുന്നവർ, ദൈവം എന്താണോ അതിനെതിരെ നിൽക്കുന്നവർ, എതിരെ പ്രവർത്തിക്കുന്നവർ, അവർ ദൈവത്തെ വെറുക്കുന്നവരാണ്, ദൈവദ്വേഷികളാണ്. കാരണം ദൈവം വിശുദ്ധനാണ്, ദൈവം നിർമ്മലനാണ്, ദൈവം നല്ലവനാണ്. പക്ഷെ ഇവരാണെങ്കിൽ അശുദ്ധരും പാപമുള്ളവരും ദുഷ്ടരും മലിനപ്പെട്ടവരുമായതുകൊണ്ട് നല്ലവനായ നിർമ്മലനായ വിശുദ്ധനായ ദൈവത്തെ അവർ എതിർക്കും. അവരുടെ ജീവിതത്തിലെ ഈ തിന്മകൾക്ക് ദൈവം എന്നും തടസ്സമായിട്ട് അവർ കാണും. 13ാമത് നിഷ്ഠൂരന്മാർ. മറ്റുള്ളവരെ വേദനിപ്പിക്കും, ഉപദ്രവിക്കും. അപ്പോൾ നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠക്കന്മാർ, ആത്മപ്രശംസക്കാർ എന്ന് പറയുന്ന 3 പാപങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന പ്രവർത്തികളാണ്. ഇത് ഒരു തരത്തിൽ ഒരു മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. സാഡിസ്റ്റ് എന്ന് പറയും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും. അങ്ങനെയുള്ളവർ ഒരു മറ്റുള്ളവരെ വല്ലാതെ വേദനിപ്പിക്കും. 14ാമത്തെ ഈ പാപത്തിൽ കാണുന്നത് ഗർവിഷ്ഠന്മാർ. ഇത് തങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുകളിൽ ഉയർത്തിപ്പിടിക്കുന്നവർ. മറ്റുള്ളവരെ ധിക്കരിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളെ ഉയർത്തിപ്പിടിക്കും. ഞാൻ മാത്രം എന്ന ചിന്ത മറ്റുള്ളവരെല്ലാം തൻ്റെ കീഴെ താഴ്ത്തിക്കെട്ടും. 15ാമത്തെ പാപം ആത്മപ്രശംസക്കാർ. അതായത് തങ്ങളെ തന്നെ പുകഴ്ത്തുന്നവർ. അത് സാധാരണ കച്ചവടക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. കച്ചവടക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാൻ പറയുന്ന വാക്കുകൾ പലതും കള്ളമാണ്. അവർ പറയുന്ന ഗുണങ്ങൾ ആ ഉൽപ്പന്നത്തിന് കാണില്ല. ആ പറയുന്നതിന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ ഒരു തെളിവില്ല. എങ്കിലും അവർ വലിയ വീരവാദങ്ങൾ മുഴക്കും. ഈ ഉൽപ്പന്നം കഴിച്ചാൽ, ഈ ഉൽപ്പന്നം വാങ്ങിച്ചാൽ, ഉപയോഗിച്ചാൽ ഇങ്ങനെയൊക്കെ നേട്ടങ്ങളുണ്ടാകും. 16ാമത് പറയുന്നത് പുതുദോഷം സങ്കല്പിക്കുന്നവർ. വളരെ പ്രധാനപ്പെട്ട ഒരു പാപസ്വഭാവം പുതുദോഷം സങ്കല്പിക്കുന്നവർ. അപ്പോൾ മരണകരമായ പാപങ്ങളാണ് ഈ 2 16ാമത്തെ പാപവും 17ാമത്തെ പാപവും. 17ാമത്തെ പാപം മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. 16ാമത്തത് പുതുദോഷം സങ്കല്പിക്കുന്നവർ. അവർ പാപം ചെയ്തിട്ട് ഒരിക്കലും അവർക്ക് സംതൃപ്തി വരുന്നില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം കൊണ്ട് തൃപ്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പുതിയ പുതിയ പാപ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ വഴികൾ അവർ തൃപ്തിയില്ല, മടുത്തു. ഇനി പുതിയ ഏതൊക്കെ മാർഗത്തിലൂടെ പാപം ചെയ്യാമെന്ന് ഒരു പരീക്ഷണം നടത്തുന്നവരാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. ശരിക്കും വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രബോധനം സ്വീകരിക്കാൻ, അനുനയം സ്വീകരിക്കാൻ കഴിവില്ലാത്തവർ, പഠിപ്പിച്ചാൽ ഉപദേശം സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ. പലപ്പോഴും വിചാരിക്കുന്നത് ഈ പാപം ഈ പട്ടികയിൽ വരാൻ പാടില്ലല്ലോ, അതിന് ചേരാത്തതാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് വളരെ കറക്റ്റാണ്. കാരണം പ്രബോധനം സ്വീകരിപ്പുള്ള കഴിവ് നഷ്ടപ്പെടും. ദൈവം തള്ളിക്കളഞ്ഞ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം എത്ര വായിച്ചാലും കേട്ടാലും മനസ്സിലാകില്ല. കാരണം ദൈവനെ ഉപേക്ഷിച്ച് കളഞ്ഞു. അപ്പോൾ അവനെ എത്ര ഉപദേശം കൊടുത്താലും ശാസന കൊടുത്താലും മനസ്സിലാകില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് കുട്ടികളോടുള്ള ബന്ധത്തിൽ പറഞ്ഞു മാതാപിതാക്കളെ അനുസരിക്കണം. എഫ് ലേഖനം 6-ാമത്തെ 1 മുതൽ 3 വരെ വ്യക്തമായി പൗലോസ് ദൈവാത്മാവിൽ സംസാരിച്ചു. മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം. വാർദ്ധക്യത്തിലെത്തിയവരെ നിങ്ങൾ കരുതണം. 1 തിമോത്തിയോസ് 5:4 മുതൽ 8 വരെ. പഴയമകാലത്ത് മാതാപിതാക്കളോട് മത്സരിക്കുന്ന മകനെ കല്ലെറിഞ്ഞ് കൊന്നു കളയണമെന്ന ആവർത്തനം 21-ാം അധ്യായം 18 മുതൽ 21 വരെ കാണാം.
ഇപ്പം 17ാമത്തെ പാപം ഇവിടെ കാണുന്നത് മാതാപിതാക്കളെ അനുസരിക്കാത്തത്. 18ാമത്തത് ബുദ്ധിഹീനർ, ഒന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ. എന്തെല്ലാം വായിച്ചാലും കേട്ടാലും ഒന്നും മനസ്സിലാക്കില്ല. മൂഢന്മാരെന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം. 19 നിയമലംഘികൾ, ഉടമ്പടി ലംഘിക്കുന്നവർ, നിയമം ലംഘിക്കുന്നവർ. അവർ പറയുന്നത് അവർ ചെയ്യില്ല, അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ളവർ, അവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. നിയമലംഘികളാണ്. അതും കച്ചവടക്കാരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. 20ാമത്തെ പാപം പറയുന്നത് വാത്സല്യമില്ലാത്തവർ. സ്വാഭാവികമായി ഉണ്ടാകേണ്ട സ്നേഹമോ കരുണയോ സഹതാപമോ ഒന്നും കാണിക്കാൻ കഴിവില്ലാത്ത, വാത്സല്യമില്ലാത്തവർ. ഇവിടെ ദുഃഖം നൽകുന്നൊരു വാക്കാണിത്. അത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. അവിടെ സ്നേഹമാണ് പരസ്പരം മനുഷ്യരെ ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഇവിടെ ഉള്ളിൽ സ്നേഹമില്ല. സ്വാഭാവികമായി ഉണ്ടായിരിക്കേണ്ട സ്നേഹമോ കരുണയോ കരുതൽ അവർക്ക് മറ്റുള്ളവരോടില്ല. ആ സ്വാഭാവിക കഴിവ് നഷ്ടപ്പെട്ടവർ. 21ാമത്തെ പാപം കനിവറ്റവർ എന്ന് വെച്ചാൽ യാതൊരു കരുണയും കാണിക്കാൻ കഴിയാത്ത, ആരോടും ദയ കാണിക്കില്ല, കരുണ കാണിക്കില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ പാപത്തിൻ്റെ പട്ടിക നിരത്തുമ്പോൾ 21 പാപങ്ങൾ: സകല അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്ന് തിങ്ങിയവർ, കുരുളക്കാർ, ഏഷ്ടിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ ഒരു വലിയ ലിസ്റ്റാണ് നിരത്തിയത്. പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവന് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ കാലഘട്ടം പോലെ തന്നെയാണ്. നമ്മുടെ കാലഘട്ടം അതിലും പരിതാപകരമാണ്. മനുഷ്യജീവിതത്തിന് യാതൊരു വിലയുമില്ല. ഒരു അടിമയെ കൊല്ലാനായിട്ട് യജമാനന് അവകാശമുള്ള കാലം, അതിന് നിയമം അനുവദിക്കുന്ന കാലം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് ഇത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ കുടുംബസ്നേഹങ്ങളൊക്കെ തകർന്നു. ഒരു കുഞ്ഞിൻ്റെ ജീവന് വിലയില്ല, മനുഷ്യനും വിലയില്ല. ഒരു ദൗർഭാഗ്യം പോലെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ. അപ്പനെ കാൽക്കൽ കൊണ്ടുവയ്ക്കും. അപ്പൻ എഴുന്നേറ്റ് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ എറിഞ്ഞു കളയും. അപ്പം കുഞ്ഞിനെ എടുത്താൽ മാത്രമേ കുഞ്ഞിനെ അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു ദുഷ്ടത നിറഞ്ഞ, മലിനപ്പെട്ട, വഷളത്വം നിറഞ്ഞൊരു ലോകം, അവിടെ ജീവിക്കുന്ന മനുഷ്യൻ, അവരുടെ പരസ്പരമുള്ള ബന്ധങ്ങളെല്ലാം താറുമാറായി കിടക്കുന്നു. ഈ പാപങ്ങൾ എവിടെയുണ്ടോ അവിടെ മനുഷ്യർക്ക് ഒരിക്കലും ബന്ധമുണ്ടാകില്ല. അപ്പം മൊത്തത്തിൽ നമുക്ക് 6 വിഭാഗങ്ങളായിട്ട് ഈ പാപങ്ങളെ തിരിക്കാൻ പറ്റും. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒരു പശ്ചാത്തലത്തിൽ കാണുന്നതായ പാപങ്ങളാണ്. അത് അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി എന്ന് പറയുന്ന പാപങ്ങൾ. ദൈവദ്വേഷികൾ, അറിവില്ലാത്തവർ. രണ്ടാമത് സ്വാർത്ഥത, മനോഭാവത്തിലും പ്രവൃത്തിയിലും സ്വാർത്ഥത നിറഞ്ഞ പാപങ്ങൾ. അതാണ് അതിനെക്കുറിച്ച് പറയുന്നത് അത്യാഗ്രഹം, അസൂയ, കുല, പിണക്കം തുടങ്ങിയവയാണ്. മൂന്നാമത്തത് ബന്ധങ്ങളെ തകർക്കുന്ന പാപങ്ങൾ. ബന്ധങ്ങളെ തകർക്കുന്ന പാപങ്ങളാണ് ദുശ്ശീലം, കുരുളക്കാർ, ഏഷ്ണിക്കാർ. നാലാമത്തെ പട്ടിക സ്വാർത്ഥത നിറഞ്ഞത് വെളിപ്പെടുന്നത് സ്വാർത്ഥതയുടെ പാപങ്ങളാണ്. അതിനെക്കുറിച്ച് പറയുന്നത് നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസ. ഇതൊക്കെ സ്വാർത്ഥതയിൽ നിന്നുള്ളതാണ്. നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ. അഞ്ചാമതായിട്ട് ഈ 2 പാപങ്ങൾ ഒരുമിച്ച് കാണാം. ഒന്ന്, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കുന്ന. അപകടകരമായ, മാരകമായ 2 പാപങ്ങൾ. അവസാനമായിട്ട് 4 പാപങ്ങൾ ഒരുമിച്ച് കാണാം. അതാണ് നിയമലംഘികൾ, ബുദ്ധിഹീനർ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. പാപം എപ്പോഴും പാപം തന്നെയാണ്. പാപം എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞതാണ്. പാപം വലിയ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ നിരത്തും. പാപം ചെയ്തതിനു മുമ്പ് പാപം നമ്മളെ ആകർഷിക്കും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന നേട്ടങ്ങൾ കിട്ടും, ഒരു സുഖം കിട്ടും. പക്ഷെ അതിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ പൊള്ളയായിരുന്നത് കാണാം. ഏതും തോട്ടം മുതൽ നമുക്കത് കാണാം. ഇത് പറിച്ച് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. പക്ഷേ ആ പഴം പറിച്ച് തിന്നുമ്പോൾ അവർക്ക് മനസ്സിലായി ഒരു വലിയ അബദ്ധത്തിലാണ് ചാടിയത്. എൻ്റെ ഭവിഷ്യത്ത് വളരെ മാരകമാണ്. നമ്മുടെ മുമ്പിൽ നൽകപ്പെടുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും തൃപ്തി തരില്ല. നമ്മളെ ആകർഷിപ്പിക്കും പാപം ചെയ്യിക്കാൻ. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ അത് വലിയൊരു അബദ്ധം, നാശത്തിൻ്റെ തുടക്കമാണ്. ചിലർക്ക് പാപം രസകമല്ല. ഇപ്പോൾ ചെയ്യുന്ന പാപം കൊണ്ട് തൃപ്തിയില്ല. അതുകൊണ്ട് പുതിയ പാപത്തിൻ്റെ വഴികൾ കണ്ടെത്തും. അതുകൊണ്ട് പുതുദോഷം സങ്കല്പിക്കും. ഇന്നലെ ചെയ്ത പാപം കൊണ്ട് മടുത്തു, ഇന്ന് പുതിയ തരത്തിൽ പാപം ചെയ്യണം. ഇപ്പോൾ നാം ഒരുപക്ഷെ നിലവിളിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ചിത്രം തന്നെയല്ലേ ഇത്? ഇന്ന് നമ്മൾ കാണുന്നതായ വിനോദത്തിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളിൽ കാണുന്ന വിപ്ലവം, രക്തച്ചൊരിച്ചിൽ, കൂട്ടക്കുരുതി, അതിക്രമം ഒന്നും മതിയാകുന്നില്ല.
ഇതിൽ കൂടുതൽ അടുത്തത് അവതരിപ്പിക്കുകയാണ്. എത്രത്തോളം വളരെ ഭീഭത്സമായ തരത്തിലാണ് കൂട്ടക്കുരുതികൾ, കൊലപാതകവും എല്ലാ മനുഷ്യരും അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെ പോരാ, അടുത്തത് വരുമ്പോൾ അതിനേക്കാളും മാരകമായിട്ട് അവതരിപ്പിക്കും. സമൂഹത്തിൻ്റെ പോക്ക് ഈ വിധത്തിലാണ്. ദൈവം കൈവിട്ടതിൻ്റെ ലക്ഷണം വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്പത്തിൻ്റെ കുറവ് കൊണ്ടോ മറ്റേതെങ്കിലും കുറവ് കൊണ്ടല്ല സമൂഹം അധംപതിച്ചത്. ലോകം വഷളത്വത്തിൽ മലിനപ്പെട്ടു പോയത്. വചനത്തിൽ വ്യക്തമായി പറയും, ദൈവം കൈവിട്ടു. ദൈവം കൈവിട്ടതാണ് ഈ ജീവിതശൈലിയുടെ കാരണം. 32-ാം വാക്യം നമുക്ക് നാളെ ചിന്തിക്കുന്നതാണ്. ആ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്ന ഒരു കൂട്ടരെ കാണും. ഇങ്ങനെയുള്ള പാപങ്ങളെക്കുറിച്ച് അത് പാപമാണെന്നറിയാം, എന്നിട്ടത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, ചെയ്യുന്ന കണ്ട് സന്തോഷിക്കുക, അവരും സ്വയം ചെയ്ത് സന്തോഷിക്കുക. സമൂഹത്തിൻ്റെ അധംപതിച്ച ചിത്രമാണിത്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ ചിത്രമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ലോകത്തിൻ്റെ ചിത്രം തന്നെയാണ്. നിലവിളിക്കേണ്ട അവസ്ഥയാണിത്. ദൈവത്തെ ഉപേക്ഷിച്ചതിൻ്റെ ഭവിഷ്യത്ത് പലർക്കും അറിയില്ല. അവർ നേരിടുന്നതായ ലൈംഗിക ബന്ധത്തിലും പരസ്പരമുള്ള ബന്ധത്തിലും അവർ നേരിടുന്ന പല തകർച്ചകളുടെയും പിന്നിലുള്ള കാരണം ദൈവത്തെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളി, ദൈവത്തെ പുറത്തു നിർത്തി. ദൈവം ഒരുപക്ഷെ ഇപ്പോഴും ചിലരുടെ ജീവിതത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് വിളിക്കുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. നാം ആയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്ത് പരിശോധിച്ച് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ദൈവത്തെ ഞാൻ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാതെ, സ്നേഹിക്കാതെ, ആരാധിക്കാതെ, അവൻ്റെ വചനത്തെ പിൻപറ്റാതെ പോയതിൻ്റെ ഭവിഷ്യത്താണോ? ഒരു ആത്മപരിശോധന ആവശ്യമാണ്. ദൈവം പുറത്തായി പോയിട്ടുണ്ടെങ്കിൽ വാല് തുറന്ന് ദൈവത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക, എന്നിട്ട് അവൻ്റെ കാൽക്കലിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തുടരാം അടുത്ത ദിവസം.